ഹായ് ഡിയേഴ്സ്, ആയുർസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു വേറിട്ട വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഒരു യാത്രയാണ്. ഇന്ന് കർക്കിടകവാവ് ദിനമായതുകൊണ്ട് ബലിതർപ്പണത്തിനായിട്ട് ഞങ്ങൾ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നത്. അപ്പോൾ ഇത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. പെരുമ്പാവൂർ കാലടി റൂട്ടിലാണ് ഈ ചേലാമറ്റം എന്നുള്ള സ്ഥലവും ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കാശി എന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഒരു ദിനത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനുള്ളൊരു യാത്രാ സൗകര്യം എന്നോണം പെരുമ്പാവൂരിൽ നിന്ന് ക്ഷേത്രനട വരെ ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ള മെഡിക്കൽ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് തന്നെ അവിടെ എത്തി. അപ്പോൾ കുറച്ച് നേരം പുലർന്നിട്ടാണ് വന്നത്. കാരണം നല്ല മഴയായിരുന്നു രാവിലെ തുടങ്ങിയിട്ട്. അങ്ങനെ നേരെ താഴേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ കുറച്ച് പടികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മനോഹരമായ നമ്മുടെ പെരിയാർ ഒഴുകുന്നത് കാണാം. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം നമ്മൾ താഴെ വരാനും ബലിതർപ്പണങ്ങൾ ചടങ്ങുകളൊക്കെ നടത്താനും. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു ഐതിഹ്യം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന് ചേല പോലെ ചുറ്റി പെരിയാർ ഒഴുകുന്നത് കൊണ്ടാണ് ചേലാമറ്റം എന്ന പേരുണ്ടായതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ക്ഷേത്രത്തിനോട് ഇങ്ങനെ അടുത്ത് പെരിയാർ ഒഴുകുക, അതിൻ്റെ ആ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ മഴക്കാലത്തിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ടാവാം വെള്ളമൊക്കെ നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം സ്റ്റെപ്പുകളൊക്കെ കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശം കൂടിയാട്ടോ ഇത്. മഴയില്ലാതെ സമയത്തൊക്കെ ഒന്ന് വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ബലിതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞു. നമ്മുടെ പിതൃക്കളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു ചടങ്ങും കാര്യങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ കൊച്ചു കുട്ടികൾ തുടങ്ങിയിട്ട് ഒരുപാട് മുതിർന്നവർ വരെ വന്ന് തങ്ങളുടെ അച്ഛനമ്മമാർക്ക് പിതൃക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവരുടെ മോക്ഷത്തിനും ശാന്തി സമാധാനത്തിനും ഒക്കെ ആയിട്ട് ഈ ഒരു ചടങ്ങ് ഇവിടെ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാന ചടങ്ങെന്ന് വെച്ചാൽ നമ്മൾ പ്രതിമയിൽ ആവാഹനം ചെയ്തിട്ടുള്ള നമ്മുടെ പിതൃക്കളെയും അതുപോലെ രക്ഷസ് അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവന്നിട്ട് തിലഹവനം അതുപോലെ നമസ്കാരാദി പൂജകളൊക്കെ ചെയ്ത് അവർക്ക് ദുരിതശാന്തി മോക്ഷമൊക്കെ വരുത്തി ഇവിടെ ഒരുപാട് അനേകം ജനങ്ങൾ എത്തുന്നുള്ളത് കൂടി ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പിതൃക്കളെ ഇരുത്തി കഴിയുമ്പോഴാണ് മുടങ്ങാതെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വരുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് മുടങ്ങാതെ എല്ലാ വർഷവും ഇപ്പോൾ ശിവരാത്രിക്കാണെങ്കിലും കർക്കിടകവാവ് മറ്റുള്ള ബലിതർപ്പണ ദിവസങ്ങളിലൊക്കെ വന്ന് മുടങ്ങാതെ ചെയ്ത് ആ പൂജകളൊക്കെ നടത്തി പോകുന്നത്. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ മുടങ്ങാതെ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മഹാവിഷ്ണു 3 ഭാവത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതിൽ മോക്ഷദായക ഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ ഹിരണ്യകശിപുവിൻ്റെ വധത്തിന് ശേഷം പ്രഹ്ലാദന് മോക്ഷം കൊടുക്കുന്ന ധ്യാന രൂപത്തിൽ നരസിംഹമൂർത്തിയും മഹാബലിക്ക് മോക്ഷം കൊടുക്കുന്ന രൂപത്തിൽ വാമനമൂർത്തി കുടികൊള്ളുന്നു. അപ്പോൾ ഈ പറ്റാവുന്നവരൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ കാണുക, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഒരിക്കൽ കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആയുർസിദ്ധിയുടെ മറ്റുള്ള വീഡിയോസ് എല്ലാം എല്ലാവരും കയറി കാണുക. ചാനൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി.